ബഹുമാനപ്പെട്ട ബി.ജെ.പി. പ്രതിനിധി ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് എത്ര നുണയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം മാറ്റി എഴുതി അവർ തിരുത്തി എഴുതുക. അപ്പൊ അവർ പറയുന്നത് എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നല്ലോ എന്ന രൂപത്തിൽ ഒരു പൊതുവൽക്കരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രിട്ടീഷുകാരോട് പോരാടി ഹിന്ദുക്കൾ വെറുതെ ഊർജം പാഴാക്കരുത്, അവർ പോരാടേണ്ടത് ആഭ്യന്തര ശത്രുക്കളായ ഈ ക്രിസ്ത്യാനികളോടും അതുപോലെ മുസ്ലിങ്ങളോടും കമ്മ്യൂണിസ്റ്റുകാരോടുമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന നേതാവിന്റെ പേരെന്താ? ഹെഡ്ഗേവാർ അല്ലേ? അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ചെറുപ്പക്കാരോട് ആഹ്വാനം ചെയ്തത് ആരാണ്? നമുക്കറിയാം, അത് ഗോൾവർക്കറാണ്. അതുപോലെ മാപ്പ് പറഞ്ഞ് പലതവണ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തെ ഉറ്റിക്കൊടുത്ത് ബ്രിട്ടീഷ് കൊളോണിയസത്തോട് സന്ധി ചേരാൻ ശ്രമിച്ച നേതാവ് ആരാണ്? ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. RSS 1925 രൂപീകരിക്കപ്പെട്ടു. അതിനുശേഷം 22 കൊല്ലത്തിന് ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. RSSന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്ന ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം, ഒരു പ്രതിഷേധം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ആ ചൂണ്ടിക്കാണിക്കാൻ താങ്കൾക്ക് കഴിയില്ലെന്ന് ചരിത്രബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്ന് ഞങ്ങളാണ് ഇതിന്റെയൊക്കെ ഉത്തരവാദി എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, 2014 മോഡി അധികാരത്തിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് സംഘപരിവാർ പ്രചരിപ്പിക്കുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം പ്രാണപ്രതിഷ്ഠ നടന്ന അന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് RSS പ്രചരിപ്പിക്കുന്നു. അപ്പോ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇതിൽ ഏതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? 47 ആണോ, 2014 ആണോ, 2023 ആണോ? ഇപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സർവകലാശാലകളെ മുഴുവൻ കയ്യിൽ ഒതുക്കണം. അതിനുവേണ്ടി എത്ര ഇടപെടലാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലും പ്രത്യേക അജണ്ട വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, ചാൻസലർ എന്ന രൂപത്തിൽ ഗവർണർ നടത്തിയ ഇടപെടലുകൾ ഏതെങ്കിലും സാധൂകരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ഈ ചാൻസലർ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ച് അതിൽ ഇടപെടുന്ന, റദ്ദു ചെയ്യുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. ഏകപക്ഷീയമായിട്ടെടുത്ത തീരുമാനം ഇന്നലെ തന്നെ സുപ്രീം കോടതി എത്ര നിശ്ചിതമായിട്ടാണ് വിമർശിച്ചത്? സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൃത്യമായി വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡം, അതുപോലെ താൽക്കാലിക VC-മാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഇത്രയാണ് അതിന്റെ മാനദണ്ഡം. ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റ് 6 മാസം കാലാവധി, അതുപോലെ അവരുടെ വയസ്സ്, പ്രായം എല്ലാം ഉണ്ട്. ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന രൂപത്തിൽ ഏകപക്ഷീയമായി ഭരണഘടനാ വിരുദ്ധമായി സ്റ്റാറ്റ്യൂട്ടുകൾക്ക് വിരുദ്ധമായി വൈസ് ചാൻസലർമാർ നടത്തുന്ന പ്രവർത്തനം നമ്മൾ കാണുകയല്ലേ. ഇപ്പൊ അവസാനം തന്നെ സുപ്രീം കോടതി ടെക്നിക്കൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധിയിൽ പറഞ്ഞത് കൃത്യമായി ഇന്റർപ്രറ്റ് ചെയ്തല്ലോ. ആ വിധിന്യായം കയ്യിലിരിക്കുമ്പോഴാണ് നിയമവിരുദ്ധമായി നിലവിലുള്ള ആളുകൾക്ക് തുടരാനുള്ള അനുവാദം കൊടുക്കുന്നത്. നിലവിലുള്ള ആളുകൾക്ക് തുടരാൻ അനുവാദം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സ്റ്റാറ്റ്യൂട്ടുകൾക്ക് ബാധകമായിട്ടേ ചെയ്യാവൂ എന്ന് വിധിന്യായം കയ്യിലുള്ളപ്പോൾ കൃത്യമായി ഏകപക്ഷീയമായി നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക. അതുകൊണ്ട് ഇനിയും പല സർക്കുലർ വരും, ഉത്തരവുകൾ വരും, ഇടപെടലുകൾ വരും, അതുപോലെ സർവകലാശാല ക്യാമ്പസുകളിൽ വന്നുള്ള ഇടപെടൽ വരും. കാരണം ഇപ്പൊ നമ്മൾ കണ്ടു, ആദ്യം ചോദിച്ചു, ഭാരതാംബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം എത്ര ഗൗരവത്തോടെ കേരളം നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്താണ് അതിലുള്ളത്? ഭരണഘടനാപരമാണോ? RSS വിഭാവനം ചെയ്യുന്ന തരത്തിൽ ഭാരതാംബയുടെ കയ്യിൽ, ആ സങ്കല്പത്തിന്റെ കയ്യിൽ കാവിക്കൊടിയും കൊടുത്തുകൊണ്ട് ഇത് വച്ച് പൂജയോടെ എല്ലാ ക്യാമ്പസുകളും ആരംഭിക്കണം, അല്ലെങ്കിൽ എല്ലാ ചടങ്ങുകളും ആരംഭിക്കണം എന്ന രൂപത്തിൽ കൃത്യമായിട്ടുള്ള അജണ്ടയായിട്ട് പുറത്തു വന്നില്ലേ? വിദ്യാഭ്യാസ മന്ത്രി തന്നെ, അദ്ദേഹം ഗവർണർ ഇരിക്കുന്ന വേദിയിൽ തന്നെ പ്രതിഷേധിച്ചിറങ്ങി പോന്നില്ലേ? അതുപോലെ തന്നെ കൃഷിമന്ത്രി പറഞ്ഞു ആ ചടങ്ങ് തന്നെ രാജ്ഭവനിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കുക, ഇന്നലെ വരെ നാം പഠിച്ച ചരിത്രം തിരുത്തി എഴുതുക, അവരുടേതായ ചില ബിംബങ്ങൾ കൊണ്ടുവരും. ഇതാണ് ഈ നാട്ടിൽ എന്ന് പുതുതലമുറയിൽ ബോധമുണ്ടാക്കാൻ, അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. ആ ചരിത്രത്തെ, അല്ലെങ്കിൽ അവർ വളച്ചൊടിക്കുന്ന ചരിത്രത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തും. ആ ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇത്തരം സംഭവങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളം കൃത്യമായി അവജ്ഞയോടെ അത്തരത്തിലുള്ള പ്രസ്താവനയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതിശക്തമായി തന്നെ ആ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.